വെരി ബാഡ് വീഡിയോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എനിക്കിത്രേ പറ്റുള്ളൂ. നമുക്കറിയില്ലല്ലോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്താണ്, പുള്ളിയുടെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്ക്. പക്ഷേ എനിക്ക് പുള്ളിയോട് വിഷമമൊന്നുമില്ല. ഞാൻ കണ്ടതിൽ വെച്ചൊരു ബെറ്റർ ആളെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ നമ്മൾ മധുരയിൽ പോയി പൊങ്കാല ഇടേണ്ടി വരും. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന് എന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്രചോദനം കൊള്ളിച്ചത്. ആറ്റുകാല പൊങ്കാല എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളെനിക്കിത് തന്നില്ലല്ലോ, അപ്പം ഞാനത് കൊടുക്കണ്ട. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമസ്കാരം. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഒരുപാട് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കമൻറ്റ് റിയാക്ഷൻ ഇടുന്നത്, അല്ലേ? ആണോ? എന്നും ഇട്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഇല്ല, ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ Q&A ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കമൻറ്റ് റിയാക്ഷൻ ഇത്ര ഏകദേശം 2 വർഷത്തിന് മേലെ ആയെന്ന് തോന്നുന്നു ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. കഴിവതും ഞാൻ എല്ലാ കമൻസും അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല. പൊതുവേ ഞാൻ കുറച്ച് ഒരു 7-8 കൊല്ലമായിട്ടെങ്കിലും ഞാൻ റിയാക്ഷൻ ഭയങ്കരമായിട്ട് കുറച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഒരു എന്താ പറയുക, സ്കൂളിങ്ങിലാണെങ്കിലും കോളേജിലെ ടൈമിലൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാത്തിനും ഭയങ്കരമായി പ്രതികരിക്കുന്ന ഒരു ആളായിരുന്നു. അങ്ങേ അറ്റം ഞാൻ പ്രതികരിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ എന്നെ ഒരാൾ ഹേർട്ട് ചെയ്യുവാണെങ്കിലോ തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറുകയാണെങ്കിലോ ഞാൻ എത്രയും എക്സ്ട്രീമിറ്റിയിൽ പോകാമോ അത്രയും എക്സ്ട്രീമിറ്റിയിൽ റിയാക്ട് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കുറച്ച് ജീവിതത്തോടുള്ള ചിന്താഗതികൾ മാറിയത് കൊണ്ടാണോ അനുഭവങ്ങൾ കൂടിയത് കൊണ്ടാണോ അതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി തന്നെ എന്തോ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ ഒന്നിനും റിയാക്ട് ചെയ്യാറില്ല. തീരെ നിവൃത്തിയില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ വായിൽ കമ്പിട്ട് കുത്തി തിരിച്ച് വാങ്ങിക്കുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങോട്ടായിട്ട് ഞാൻ തൊട്ടേനും പിടിച്ചതിനും എല്ലാം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഞാൻ റിയാക്ട് ചെയ്യേ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കുറേയൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കും, കുറേയൊക്കെ ഞാൻ പോട്ടേന്ന് വെക്കും. പക്ഷേ അതിൻ്റെയും ലിമിറ്റ് കഴിയുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ ഞാൻ എൻ്റെ തനിക്കോണം പുറത്ത് കാണിക്കും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. ഞാനങ്ങനെ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങ് എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടോ മേ ബി പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ റിയാക്ട് ചെയ്യുന്ന പെൺകുട്ടികൾ ഭയങ്കര സാധനങ്ങളും എന്ത് വന്നാലും മിണ്ടാതിരുന്ന് പണി കൊടുക്കുന്നവരെല്ലാം നല്ല പെൺകുട്ടികളായിട്ട് കാണുന്നൊരു രീതിയാണ് നമ്മുടെ സൊസൈറ്റിക്ക്. അപ്പോൾ അതൊന്നും ഡസൻ കെയർ. ഞാനിങ്ങനെയാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാര്യം, കുറേ നാളായിട്ട് കുറേ കമൻസുകൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നുണ്ട്, എൻ്റെ റിലേറ്റീവ്സ് എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ മദർ ഇൻ ലോ കമൻസ് എല്ലാം വായിച്ച് അമ്മയെ വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലും ഞാൻ അതൊക്കെ എനിക്ക് കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന അമ്മമാരാണ്. അപ്പോൾ അവർക്കിതൊക്കെ പെട്ടെന്ന് ഹേർട്ട് ചെയ്യും, അവർക്കത് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളെപ്പോലെ ലോകം കണ്ട ആൾക്കാരായിരിക്കില്ല. അത് ശരിക്കും അമ്മേനെ ഫീൽ ചെയ്തിട്ടുള്ള കമൻസുകളുണ്ട്, എനിക്കറിയാം. അമ്മ അതിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ശരിക്കും അന്നൊക്കെ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഞാൻ പോട്ടെന്ന് വെച്ചു. കാരണം അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അമ്മേനെ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും അവരൊക്കെ ഇച്ചിരി എന്താ പറയുക, അമ്മമാരല്ലേ, ആ ഒരു കൺസിഡറേഷനെങ്കിലും നിങ്ങൾക്കൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അമ്മയുടെ കേസ് ഞാൻ പറയുവാണെങ്കിൽ, അമ്മ കറിവേപ്പില കറിവേപ്പില കുറുക്ക് എൻ്റെ അമ്മോ അതുണ്ടാക്കിയ സമയത്ത് അമ്മയുടെ കയ്യിൽ എന്തോ അഴുക്കിയിരുന്നെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? അമ്മ എന്താ ഉണ്ടാക്കിയത്? കറിവേപ്പില കൊണ്ടാണ്. അപ്പം ആ ഒരു പച്ച ഇത് അവരുടെ കയ്യിലുണ്ടാവും. എല്ലാ അമ്മമാരും കൈ കൊണ്ടൊക്കെ കുഴച്ചല്ലേ നമുക്ക് തരുന്നത്. ആരാണ് സ്പൂണിൽ? നിങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മമാർ എല്ലാ സ്പൂണിലാണോ ചെയ്യുന്നത്? എനിക്കറിയില്ല. എൻ്റെയൊക്കെ അമ്മമാർ ഇപ്പം പുട്ടും പഴവും തരുന്നത് അവരുടെ കൈ കൊണ്ട് കുഴച്ചാണ് എനിക്ക് തരുന്നത്. അതിലിപ്പോൾ ഇച്ചിരി അഴുക്കുണ്ടെങ്കിലും ഇറ്റ് ഡസൻ മാറ്റർ. അത് ഞങ്ങളുടെ അമ്മയാണ്, മനസ്സിലായോ? അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. അതൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും നിങ്ങളോട് സഹതാപം ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ വലിപ്പം. എനിക്കത് ഇത്രയും പറയണമെന്ന് എനിക്ക് അന്ന് അമ്മ വിഷമിച്ചപ്പം ഞാൻ ഓർത്തതാണ്. അത് ഒരു കാര്യം. പിന്നെ എന്തോ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? ആന്ധ്ര അച്ചാറിൽ അതില്ല ഇതില്ല. അമ്മയ്ക്കത് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തു.
അമ്മ അത് അമ്മയുടെ രീതിയിൽ ചെയ്യുന്നു, അത് നല്ല ടേസ്റ്റാണ്, വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇനി ആന്ധ്രയിൽ ഇനി ഏതൊക്കെ ഇടുമെന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ റിസർച്ചിന് പോകുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ, അത്രേ ഉള്ളൂ. എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞു പോയായിരുന്നു, ആരതി ദിനേശ് എന്ന് പറഞ്ഞുകൊണ്ട്. കുട്ടിയുടെ പേരെനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. ഇപ്പം പക്ഷേ കുറച്ച് നാളായിട്ട് എന്നെ കാണുന്നില്ല. അതും ഇതുപോലെയായിരുന്നു, എന്തോ ഒരു വൈരാഗ്യം വെച്ച് കമൻ്റ് ഇടുന്നത് പോലെയാണ്. എനിക്ക് തോന്നുന്നു എന്നെ പേഴ്സണലി അറിയാവുന്ന ആരുടെയെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആണോ എന്നുകൂടി എനിക്ക് ഡൗട്ടാണ്. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2-3 ഇതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം എന്തായിരുന്നു, ഏതോ ഒരു പ്രോഡക്റ്റിൻ്റെത് ഇട്ടപ്പോഴത്തേക്കും ആ കുട്ടി കമൻ്റ്, ഇതൊക്കെ ലക്ഷ്മി മാം പണ്ടേ 4 വർഷം മുമ്പേ ഇട്ടതാണ്, താൻ ഇതൊക്കെ ഇപ്പോഴാണോ വാങ്ങുന്നത്? എന്താ ഞാനിതിന് ഉത്തരം പറയേണ്ടത്? എന്താണ് കുട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഒരാൾ ചെയ്യുന്നു എന്ന് വെച്ച് താൻ ചെയ്ത്, ഇപ്പോൾ എല്ലാവരും പണ്ട് മുതലേ പല്ല് തേക്കുന്നത്, ആ പല്ല് തേക്കുകയല്ലേ? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ കമൻ്റ് എങ്ങനെ ആലോചിച്ചിട്ടും എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി. അത് എനിക്ക് സഹതാപം മാത്രം. പിന്നെ ഉണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ആ കുട്ടിയുടെ ഒരു കമൻ്റ് ആയിരുന്നു, വെരി ബാഡ് വീഡിയോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എനിക്കിത്രേ പറ്റുള്ളൂ. എല്ലാത്തിനും അഭിപ്രായം ചോദിക്കും, കമൻറ്റ് മോശമായി പറഞ്ഞ ഗൗരി ആൻറ്റിക്ക് സങ്കടം. ആൻറ്റി എന്ന് വിളിച്ചാലൊന്നും എനിക്കൊരു വിഷയമില്ല. എനിക്ക് എന്താ പറയുക, ഐ എം 30-year-old വുമൺ. എന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അതെനിക്കൊരു ഫീലിങ്സ് ആയിട്ടേ തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ഏജ് പറയുന്നത് കൊണ്ടും ഒരു പ്രശ്നമില്ല. കാരണം അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ പെരുമാറ്റം നമ്മുടെ മനസ്സിലുമാണ്. ഞാനൊരാളുടെ വ്യക്തിത്വം മാത്രമേ നോക്കാറുള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കാറില്ല. എന്നെ എന്ത് വിളിച്ചാൽ അമ്മൂമ്മ എന്ന് വിളിച്ചപ്പോൾ എനിക്കൊരു വിഷയമില്ല. ഓക്കെ, കുട്ടിക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഭിപ്രായം പറഞ്ഞാൽ ഗൗരിക്ക് പിടിക്കില്ല. ഓക്കെ, അഭിപ്രായങ്ങൾ നല്ലതാണ്, എല്ലാവരും അഭിപ്രായങ്ങൾ ഞാൻ നോക്കാറുണ്ട്. പക്ഷെ ഈ അഭിപ്രായം നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ലെവൽ ഓഫ് കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നല്ല രീതിയിൽ പറയാം. നമുക്കൊരു കാര്യം ഇപ്പം എന്താണ് എന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം 2 രീതിയിൽ നമ്മൾ പറയാം. അയ്യേ തനിക്ക് ഈ ഡ്രസ്സ് കൊള്ളത്തില്ല കേട്ടോ, അയ്യേ എന്ത് വൃത്തിയടാ, ഇങ്ങനെ പറയാം. അതുപോലെ നമുക്ക് അഭിപ്രായം പറയാം, നമ്മൾ കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടാൽ തനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, ഇനി ഒന്ന് ട്രൈ ചെയ്യണേ. രണ്ടും പറഞ്ഞത് ഒരു കാര്യമാണ്, പക്ഷേ നമ്മൾ പറഞ്ഞ ടോണും നമ്മൾ യൂസ് ചെയ്ത വേർഡ്സും അതാണ് നിങ്ങളുടെ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്നൊരു ഘടകം. അപ്പം പറയാം, എത്രയോ ചേച്ചിമാരുണ്ടെന്നറിയോ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൗരി പ്രൊമോഷൻസ് ഈ ഒരു വീഡിയോയിൽ പ്രൊമോഷൻ കണ്ടപ്പോൾ എന്തോ ഒരു ഇത് ഫീൽ ചെയ്തു, പ്രൊമോഷൻസ് മാത്രമായിട്ട് ഇടാവുന്നു. എന്തും നല്ല പൊളൈറ്റായിട്ടും എന്ത് റെസ്പെക്റ്റ് തന്നുമാണ് ആ ചേച്ചി. ഞാൻ അയച്ചിട്ട് പേര് ഇപ്പം ഞാൻ പറയാം, വെയിറ്റ്. അങ്ങനെ നമ്മൾ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കണം എന്നാണ് അതാണ് എൻ്റെ പോളിസി. അതിപ്പം വലിപ്പം ചെറുപ്പം, പൈസയുടെ വലിപ്പം, അല്ലെങ്കിൽ വീടിൻ്റെ വലിപ്പം, അല്ലെങ്കിൽ അയാൾക്ക് വലിയ ജോലിയുണ്ട്, ഇയാൾ ഇന്ന ജോലിയാണ്, അങ്ങനെയൊന്നുമല്ല. എല്ലാ മനുഷ്യനും റെസ്പെക്റ്റ് അർഹിക്കുന്ന ആളാണ്. ഈവൻ മനുഷ്യർ മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. അതെല്ലാം നമുക്ക് മാത്രമല്ലല്ലോ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം, അവർക്ക് എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക, അവിടെയാണ് നമ്മളൊരു നല്ല മനുഷ്യനാവുന്നത്. മനസ്സിലായോ? നോക്കട്ടെ കറക്റ്റായിട്ട് പുതിയ വീട്ടിൽ യൂസ് വായിച്ചപ്പോൾ നിഷ IG1A എന്നെന്തോണ് കേട്ടോ. അത് അതിനകത്ത് യൂസ് ടു വാച്ച് യുവർ വീഡിയോസ് റെഗുലർലി but with all paid promotions include it's not so interesting. Can you please do promotions as a separate video? എത്ര മാന്യമായിട്ടാണ് ആ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല ആ വ്യക്തി എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നത്. അതൊക്കെയാണ് അഭിപ്രായം പറയുന്നത്. അവിടെയാണ് നമ്മൾ ആ ചേച്ചിയുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്. അവർക്കും വേണമെങ്കിൽ നിങ്ങൾ വളരെ മോശമായിട്ട് ചോദിക്കാമായിരുന്നല്ലോ, ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ആ ചേച്ചിയോടുള്ളൊരു റിപ്ലൈ ആയിട്ട് കാണാം, ചേച്ചി എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാൽ ചിലർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടാം. ഇപ്പം ഞാനൊരു അഗാറോയുടെ പുതിയൊരു പ്രൊഡക്റ്റിന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. പക്ഷേ നമുക്കതൊരു ഡെഡിക്കേറ്റഡ്, ഇപ്പം നമുക്ക് പ്രൊമോഷൻസ് വരുമ്പോൾ ഡെഡിക്കേറ്റഡും ഇൻ്റഗ്രേറ്റഡും ആയിട്ടാണ് വരുന്നത്. എനിക്ക് വരുന്ന പ്രൊമോഷൻസ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് പ്രൊമോഷൻസാണ്. അതിൽ അവർ വെക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇത്ര ടൈമിനുള്ളിൽ അവരുടേത് ഒരു ആഡ് പോലെ പോകണം. ഇപ്പം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഇൻ്റർവെൽസിൽ ആഡ് കാണും. നമ്മൾ TV സിനിമ കാണുമ്പോൾ അവർ ആഡ് ഇടാറില്ലേ? ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ജോബ്. അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പം നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ ആഡ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ചാനൽ മാറ്റും, അല്ലെങ്കിൽ ആ ആഡ് കഴിഞ്ഞ് തിരിച്ചു വരും. ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആഡ് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറ്റിപ്പോയാൽ
അത് കാണണ്ട, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. കാരണം നമുക്ക് ഇതാണ് നമ്മുടെ ഒരു വരുമാനം. അതുകൊണ്ടാണ് നമ്മളിപ്പം ചിലത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യണം എന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിവേ, അല്ലാത്ത വീഡിയോസ് പൊതുവേ ഞാൻ ഇടാറില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഫുൾ ടൈം ഇതിനകത്ത് ഞാൻ നിൽക്കാനുള്ളൊരു അവസരം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ പറ്റും. കാരണം നമുക്ക് 2 വീടിൻ്റെ പണി, എൻ്റെ സാറിൻ്റെ നമുക്ക് അല്ലാതെ വേറൊരു കാര്യത്തിന് ഓട്ടം, കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഷിഫ്റ്റിങ്, ഇതെല്ലാത്തിൻ്റെ ഇടയിൽ ഓടുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വരുന്ന പ്രൊമോഷൻസ് മാത്രം ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ചേച്ചി വളരെ മാന്യമായിട്ട് പറഞ്ഞതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത കുറേ ഉണ്ട്, ഞാൻ പറയാം. വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എടുത്തു പറയേണ്ടത് ബോഡി ഷേമിങ്. അമ്മച്ചിയെ പോലെയാണല്ലോ, അമ്മച്ചി ലുക്കാണല്ലോ. പിന്നെ ഒരാളുടെ കമൻറ്റ് ഞാൻ ഇപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുഹമ്മദ് ലേനസി എന്തോ എനിക്കറിയില്ല. ഓക്കെ, കണ്ടാൽ 38 വയസ്സ് തോന്നും, അതുകൊണ്ട് ഇയാളിടുന്ന ബ്യൂട്ടി ടിപ്സ് വൈഫ് നോക്കില്ല. പുള്ളിയുടെ വൈഫിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ, നൈസായിട്ട് വൈഫിനെ ഒന്ന് പൊക്കി കൊടുത്തതാണോ എനിക്കറിയില്ല. നമുക്കറിയില്ലല്ലോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്താണ്, പുള്ളിയുടെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്ക്. പക്ഷേ എനിക്ക് പുള്ളിയോട് വിഷമമൊന്നുമില്ല. കാരണം നമുക്കറിയില്ലല്ലോ പുള്ളിയുടെ അവസ്ഥ എന്താണെന്ന്. അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ വൈഫിനെ ഒന്ന് ഇതാക്കിയാൽ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അത് ഇനിയും ചേട്ടൻ പറഞ്ഞു, എനിക്ക് വിഷയമില്ല. ഞാൻ കാരണം ഒരു ഫാമിലി നന്നായിട്ട് പോവുകയാണെങ്കിൽ അതിലും ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. ഓക്കെ. ഇനി പിന്നെ അല്ലാതെ 37 ഇങ്ങനെ അമ്മച്ചി ലുക്ക്, പ്രായം തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഐ എം 30 year old വുമൻ. അപ്പോൾ എന്നും നിത്യഹരിത നായികയായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പ്രേം നസീറിനെ പോലെയൊക്കെയുള്ള ആൾക്കാരെ, ഈവൻ ഐശ്വര്യ റായ്ക്ക് പോലും ഇപ്പോൾ ഏജ് തോന്നുന്നുണ്ട്. അവരാണ് ലോകസുന്ദരി. നമ്മൾ പ്രായം മുന്നോട്ടല്ലേ പോവുക, അപ്പം നമുക്ക് അങ്ങനെ ഏജ് തോന്നില്ലേ? അത് പ്രകൃതി നിയമമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്കതിന് യാതൊരു വിഷമമില്ല. ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ വേഴ്സ് ആവുമായിരിക്കും. ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് മീ. എനിക്ക് ഒരിക്കലും എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഭയങ്കര സൗന്ദര്യമായിട്ടിരിക്കുന്ന, ഞാൻ ഒട്ടും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ ഒരാളേ അല്ല. എനിക്കിങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കണം, സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടണം, അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നമ്മളങ്ങനെ നമ്മളെ ഭയങ്കര ഇതായിട്ട് കാണിക്കാൻ എനിക്കിഷ്ടമല്ല. ഒന്നാമത് ഞാൻ എപ്പോഴും കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഡ്രസ്സുകളെല്ലാം ഓവർ സൈസ്ഡ് ആണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. പക്ഷെ കുറച്ച് ഇപ്പം ഒരു 22-23 വയസ്സിൽ ഞാൻ എങ്ങനെ ഇരുന്നോ, അന്ന് നല്ല സ്ലിം ആയിരുന്നു, അതുപോലെ അല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പം എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല. മറ്റേത് അഭിനയിക്കുന്ന സമയത്ത് ഒരുപാട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുവാൻ. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വീട്ടിലിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും നല്ല ഫുഡ് തരും, എൻ്റെ മദറിലോ നല്ല ഫുഡ് തരും, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു തരും. അപ്പം ഞാൻ കഴിക്കും. അതൊരു തെറ്റാണോ? അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നിങ്ങൾ മെലിഞ്ഞിരിക്കുന്നോ എന്താണെന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് ഇതിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഹസ്ബൻഡ് ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കിനി കൂടുതൽ വിഷയമില്ല എനിക്കത്. മനസ്സിലായി. ഇപ്പം നാളെ ഒരു സമയത്ത് എനിക്ക് മെലിയണമെന്ന് തോന്നി ഞാൻ മെലിയും. അല്ലാതെ ഇപ്പം നിങ്ങളിനി അമ്മച്ചിന്ന് വിളിച്ചാലും അമ്മൂമ്മ എന്ന് വിളിച്ചാലും എനിക്കൊന്നുമില്ല. പിന്നെ അത് ശരിക്കും ഞാൻ ആലോചിക്കുകയാണ്, ഈ അമ്മച്ചിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്മച്ചിമാരെ ഒരുമാതിരി ഡീഗ്രേഡ് ചെയ്ത് പറയുന്ന പോലെ എനിക്ക് ഫീൽ ഇല്ലേ? എന്താ നിങ്ങൾ അമ്മച്ചിമാരെന്താ മോശമായിട്ട് കാണുന്നത്? നിങ്ങളുടെയൊക്കെ അമ്മേനെയൊക്കെ അല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ അമ്മയൊക്കെ അല്ലേ അവർ പറയുന്നത് സ്വയം അമ്മച്ചിമാരെ പോലെ. എന്താ അമ്മച്ചിമാർക്ക് എന്താ കുഴപ്പം? എന്താ എനിക്ക് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും നിങ്ങൾ ചെയ്ത് ഭയങ്കര മോശമാണ്. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കിട്ട് വേണം നിങ്ങൾ ഈ മാതിരി വാക്കുകളും ഇങ്ങനത്തെ പ്രയോഗങ്ങളും ഒക്കെ പറയാൻ, കേട്ടോ. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ ക്യാരക്ടർ. എനിക്കിപ്പം ഞാൻ വണ്ണം വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചില ഡ്രസ്സ് എനിക്കിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവുമില്ല. ഞാൻ നല്ല തല ഉയർത്തി തന്നെ 1000 പേരുടെ സദസ്സിൽ പോയി നിൽക്കും. ബിക്കോസ് ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ ക്യാരക്ടർ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ ഭാഗികമായിട്ടുള്ളതിലൊന്നും ഞാനൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഭയങ്കര സൗന്ദര്യമുണ്ട്, ഭയങ്കര ബോഡി ഷേപ്പാണ്, സ്വഭാവം ഒന്നല്ലെങ്കിൽ തീർന്നില്ലേ? ഇല്ലേ? അതിലൊരു കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ഇപ്പോഴും ഹൈലി കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഇനിയിപ്പോൾ എവിടെ പോയി നിന്ന് സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ ഈ ഒരു ബോഡി വെച്ചോണ്ട് ഞാൻ സംസാരിക്കും. ബിക്കോസ് ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ സെൽഫ്. കാരണം ഞാൻ ആരെയും പർപ്പസ്ഫുള്ളി ഹേർട്ട് ചെയ്യാറില്ല, ഞാൻ ഒരാളെ ബോഡി ഷെയിം ചെയ്യാറില്ല.
അത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നിൽ ഞാൻ അഭിമാനിക്കുന്നു. സോ നിങ്ങൾ എന്ത് വേണം പറഞ്ഞാൽ എനിക്കതൊരു വിഷയമില്ല. അടുത്തതിലേക്ക് പോകാം. ഉണ്ട്, തീർന്നിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ഹസ്ബൻഡിനെ പറയുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ഒരാൾ, എന്താ എൻ്റെ ഹസ്ബൻഡിന് കുഴപ്പം, എനിക്ക് മനസ്സിലാവുന്നില്ല, കുറച്ചൊരു ബെറ്റർ ആളെ നോക്കി. ഇത് കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചൊരു ബെറ്റർ ആളെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭയങ്കര യോയോയും മറ്റേ എന്താ ധൂമജാല സെറ്റപ്പ് ബൈക്കിലൊന്നും വരുന്ന ആളൊന്നും അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ലൈഫിന് അതാണ് ആവശ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ ഓക്കെയാണ്. ഓക്കെ. പിന്നെ വരെ കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സഫർ ചെയ്തേനെ, നമുക്കറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിൽ ഞാൻ ഓക്കെയാണ്. ഭയങ്കര ഫാമിലി മാനാണ്. എൻ്റെ ഫാമിലി നോക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി നോക്കാറുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഏജിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കില്ല അദ്ദേഹം. അപ്പം ഞാനിപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി 2 ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നില്ല. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമൊക്കെ എനിക്ക് തോന്നുന്നു, എന്താ എന്നോട് ഫോട്ടോ എടുത്താൽ എന്ന് തോന്നും. ബിക്കോസ് അത് എൻ്റെ ഇമ്മെച്യൂരിറ്റിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ഒരു ഏജ് കഴിഞ്ഞു പോയിരിക്കണം. അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള വെച്ചൊക്കെ നോക്കുമ്പം ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഐ തിങ്ക്. അപ്പോൾ അത് പറയുന്നവർക്ക് ഇതാണ് എൻ്റെ മറുപടി. പിന്നെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പൊങ്കാലയുടെ കാര്യത്തിലേക്ക് കടക്കാം. ശരിക്കും ആ ഒരു വീഡിയോ ആണ് ഇന്ന് എന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്രചോദനം കൊള്ളിച്ചത്. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. സൂപ്പർ ചേച്ചി, കുഴപ്പമില്ല. അശ്വതി, ചെരുപ്പിട്ടാരും പൊങ്കാല ഇടില്ല, അതവിടെ നിൽക്കട്ടെ, ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ചിരിക്കുന്ന കമൻറ്റാണ്, അതിനുള്ള എല്ലാം കൂടെ ചേർത്ത് പറയാം. കയ്യിൽ അബ്സോർവ് ചെയ്യും, പ്രോഡക്റ്റ്സ് എല്ലാം കയ്യിൽ റബ്ബ് ചെയ്യുമ്പോൾ ഫേസിലൊന്നും ഉണ്ടാവില്ല. അത് ശരിയാണ് മോള് പറഞ്ഞത് അനാമിക, വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇട്ടിട്ട് പോവുക, അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാനുള്ള കാരണം നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത്. ഞാൻ ചെന്നാലേ അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. എല്ലാം ഇപ്പോൾ എനിക്ക് അമ്മയും കുഞ്ഞമ്മേനെ ഏൽപ്പിച്ചിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. വി ഹാവ് ടു ഡു, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ തൊട്ട് തുടങ്ങി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ചെരുപ്പിട്ടുകൊണ്ട് പൊങ്കാല ഇട്ടുകൂടാ. ഓക്കെ അമ്മേ നാരായണ. ഗൗരി സെറ്റ് കൊടുത്താൽ മതിയായിരുന്നു, അതാണ് നല്ലത്. ബിന്ദു രാധാകൃഷ്ണൻ, മാന്യമായ അഭിപ്രായം. ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയണം, അത് എനിക്ക് തന്നെ ഓക്കെ ചേച്ചി, എനിക്കത് മനസ്സിലായി. പിന്നെ പുതിയൊരു സാരി അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ ആ കുട്ടികൾ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ ഇതുവരെ ഉടുത്തില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഔസ്പീഷ്യസ് ഡേയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സാരി കൊടുത്തത്. കല്യാണം കഴിഞ്ഞ വീട്ടിലല്ലേ ആദ്യത്തെ പൊങ്കാല ഇടുന്നത്. റിയ 9119 ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഇത്. കല്യാണം കഴിഞ്ഞ വീട്ടിലല്ല ആദ്യത്തെ പൊങ്കാല ഇടുന്നത്. കല്യാണം കഴിഞ്ഞ വീടെന്ന് ഉദ്ദേശിച്ച ആറ്റുകാലമ്മയുടെ ഭർത്താവിൻ്റെ വീടാണോ അതോ എൻ്റെ ഭർത്താവിൻ്റെ വീടാണോ എനിക്ക് മനസ്സിലായില്ലത്. കല്യാണം കഴിഞ്ഞ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ നമ്മൾ മധുരയിൽ പോയി പൊങ്കാല ഇടേണ്ടി വരും. അപ്പോൾ ആറ്റുകാലമ്മ ഇവിടെയല്ലേ, അപ്പോൾ പുള്ളിക്കാരിയുടെ ഭർത്താവ് മധുരയിലല്ലേ, ഇനി അവിടെ പോയിടണോ? ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് ഈ റൂൾസൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ ഹിന്ദു പുരാണത്തിൽ നിന്നാണോ ശിവപുരാണത്തിൽ നിന്നാണോ എന്തെങ്കിലും ഇങ്ങനെ റിച്വൽസ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എന്തെങ്കിലും എനിക്കറിഞ്ഞുകൂടാത്ത, എൻ്റെ അറിവിൽ ഇല്ല, ഇനി എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങൾ അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം ഇരുന്ന് തിന്നണം അടങ്ങുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ റൂൾസ് നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചതെന്നും നിങ്ങളത് എവിടെയാണ് വായിച്ചിട്ടുള്ളതെന്നും എന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരണം. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലിടണോ എൻ്റെ വീട്ടിലിടണോ വഴിയിലിടണോ. അപ്പോൾ ഈ വഴിയിലിടുന്നവരൊക്കെ ആരാ? ശശികളാ? എനിക്ക് മനസ്സിലായി എന്തുവാടേ ഇത്? കല്യാണം കഴിഞ്ഞ വീട്ടിലല്ലേ ആദ്യത്തെ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഈ വഴിയിലിടുന്നവരൊക്കെ ശശികളാ? എത്രയോ പേര് ആ റോഡിലിരുന്നിടുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ഒന്നും പൊങ്കാല അല്ലേ? അയ്യോ, പ്ലീസ് ഗ്രോ അപ്പ്. നമ്മൾ 21st സെഞ്ച്വറിയിലാണ് ജീവിക്കുന്നത് കേട്ടോ. ഭർത്താവിൻ്റെ വീട് എൻ്റെ വീട്, ആദ്യം ആ സെപ്പറേഷൻ മാറ്റുക. അങ്ങനെയൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ എവിടെയാണോ അവിടെ ഇടുക. അതിനി ഇപ്പം പറമ്പിലാണെങ്കിലും ശരി, ഭഗവതി അത് എടുത്തോളും. മനസ്സ് നന്നായിട്ട് ഇട്ടാൽ മതി, അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഗണപതി വിളക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, അത് ഗണപതി വിളക്കാണ് കേട്ടോ.
ആ സോനു ബാല ക്രിയേഷൻസ് വളരെ മാന്യമായിട്ട് പുള്ളിക്കാരൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇന്റർലോക്ക് പഴുത്ത് കിടക്കുന്ന അവസ്ഥയിൽ ആർക്കും ചെരുപ്പില്ലാതെ നിൽക്കാനാവില്ല. അത് തന്നെയാണ് അവസ്ഥ, പ്രത്യേകിച്ച് അമ്മമാർക്ക്. പക്ഷെ പൊങ്കാല ഇടുമ്പോൾ നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റോ ചണച്ചാക്കോ ഇട്ട് അതിൽ നിന്നാൽ മതിയായിരുന്നു. ആരെങ്കിലും അത് അമ്മയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. എക്സാക്ട്ലി. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് അതൊന്നും മൈൻഡിൽ പോയില്ല. പിന്നെ അങ്ങനത്തെ ചാക്കോ ബെഡ്ഷീറ്റ്, പിന്നെ നമ്മൾ ഈ എല്ലാം ഈ ഷിഫ്റ്റിംഗ് ഒക്കെ ആയതിൻ്റെയൊക്കെ തിരക്കായിട്ടും ഒക്കെ ആയതുകൊണ്ടാണോ ഒന്നും നമ്മുടെ മനസ്സിൽ അത് പോയില്ല. അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ ചേച്ചി എനിക്ക് ചേച്ചിയോടുള്ളതും എല്ലാം കൂടെ ചേച്ചി വളരെ മാന്യമായിട്ടാണ് ഇട്ടിരിക്കുന്നത്, എനിക്കത് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല സംസ്കാരമുള്ള ആളുകളും വിരലിലുണ്ണാവുന്നവരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി പറഞ്ഞൊരു ഓപ്ഷൻ വളരെ നല്ലതാണ്. പക്ഷേ എന്നാലും എനിക്ക് അതിനകത്തൊരു എതിരഭിപ്രായമുണ്ട്. ബിക്കോസ് നമ്മൾ എങ്ങനെ ഇട്ടാലും ഭഗവതി സ്വീകരിക്കും, അതാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ ലാസ്റ്റ് പറയാവേ. പിന്നെ അടുത്തത് രാഖി ശങ്കരൻ, ഗൗരിക്കുട്ടി, ഇവരും വളരെ മാന്യമായിട്ടാണ് കേട്ടോ അതിനകത്ത് ഇട്ടേക്കുന്നത്. ഗൗരിക്കുട്ടി ഒരു സദസ്യൻ പറഞ്ഞിട്ടെ, വിളക്ക് തെളിയിക്കുമ്പോൾ അപ്പോഴും കൊടുവിളക്കിൽ നിന്നും വേണം ദീപം നിലവിളക്കിലേക്ക് പകരാൻ, ലൈറ്റർ ഒന്നും ഉപയോഗിക്കുക, ഒരു കൈ മറ്റേ കൈ പിടിച്ച് വേണം കത്തിക്കാൻ. ഓക്കെ, ഇങ്ങനെ അതെനിക്ക് മനസ്സിലായി ചേച്ചി. പക്ഷേ കണ്ടോ, ഇത് അഭിപ്രായം പറഞ്ഞതാണ്. എത്ര മാന്യമായിട്ടാണ് അവർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇതല്ലേ, ഇങ്ങനെയല്ലേ അഭിപ്രായം പറയേണ്ടത്? ഇതല്ലേ സംസ്കാരം? ഇതല്ലേ ഒരാളുടെ വ്യക്തിത്വം? ശരിക്കും ഈ രണ്ട് ചേച്ചിമാരോടും എനിക്ക് ഒരുപാട് സ്നേഹം, ഒരുപാട് റെസ്പെക്റ്റ്. ഇങ്ങനെ വേണം അഭിപ്രായം പറയാൻ എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതിന്. ചേച്ചി ഈ പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷേ ചേച്ചി പക്ഷേ അവിടെയും എൻ്റെ വിശ്വാസം ഇസ് ഡിഫറെൻറ്റ്. ഈ കൊടുവിളക്കും ഒക്കെ ഇല്ലാതെ ഒരു ദരിദ്രനായിട്ട് ഒരാൾ ഒരു 50 പൈസയുടെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഇത് ഇത്രയും ഇങ്ങനെ കൊടുവിളക്ക് വാങ്ങിക്കാൻ നമ്മളെ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി. അപ്പം അതിനോടൊന്നും എനിക്ക് അത്തരം വിശ്വാസങ്ങൾ പൊതുവെ എനിക്കില്ല. അതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഒരു ഇത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ഏതവസ്ഥയിലും നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അതാണ് എൻ്റെ ഭക്തി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ, പക്ഷേ ചേച്ചി പറഞ്ഞത് ഓക്കെ, അത് അങ്ങനെ ആചരിക്കുന്നതുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും മനസ്സാണ്, നമ്മുടെ മനസ്സാണ് ശരിക്കും. നമ്മുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. അത് ചേച്ചിക്ക് ഇപ്പം ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ കസിൻസിനും എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ ഉണ്ട്. പക്ഷേ അത് അവരുടെ, ഞാൻ നിങ്ങളുടെ ഈ ഒരു ഇതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയോട് പറയണം. പക്ഷേ എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ല. കാരണം ചിലപ്പോൾ ഒരാൾക്ക് അതിനുള്ള പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ വലിയ നിലവിളക്കിലും ഭയങ്കര സംഭവമായിട്ടൊക്കെ ദേവിയോട് പ്രാർത്ഥിക്കുകയും അപ്പുറത്ത് നിന്നിട്ട് ഒന്നും ഇല്ലാത്ത ഒരാൾ 25 പൈസയുടെ മെഴുകുതിരി വെച്ച് ചവറിലിരുന്ന് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഭഗവാൻ ആദ്യം അതായിരിക്കും കേൾക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഭഗവാൻ അങ്ങനെയാണ്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പം എനിക്ക് പ്രാന്താണെന്ന് തോന്നുമെങ്കിൽ എനിക്കൊന്നുമില്ല. ഒരു ചപ്പലിട്ടുകൊണ്ടാണ് അമ്മ പൊങ്കാല ഇടുന്നത്. ടൈൽസിൻ്റെ ചൂടായിരിക്കും ചിലപ്പോൾ ഇട്ടത്. ഓക്കെ, ചപ്പലിട്ടുകൊണ്ട് പൊങ്കാല ഇട്ടത് ആരാണ്? മഞ്ജു അരുൺ. എല്ലാം നന്നായി ദൈവം അനുഗ്രഹിക്കട്ടെ. അത്ര അതിലെ ആ ഒരു പവിത്രത മാത്രം കണ്ടുകൊണ്ട് മെസ്സേജ് അയച്ചവരും ഉണ്ടേ. അവിടെ നിന്ന് ചെകഞ്ഞു നിന്ന് ചെരുപ്പിട്ടോ മുടി അയച്ചോ, അയ്യോ അത്. പക്ഷെ നിങ്ങളുടെയൊക്കെ കണ്ണും ഒബ്സർവേഷനും ഞാൻ ശരിക്കും പറഞ്ഞാൽ നമിച്ച്, അയ്യോ എൻ്റെ കാല് മരവിച്ചു പോയി. ഇങ്ങനെ ഒബ്സർവേഷൻ ഉണ്ടോ? എനിക്കറിയില്ലടോ. വാട്ട് ആൻ ഒബ്സർവേഷൻ. അത് നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ എല്ലാം ചെയ്തത് നല്ലത്, പക്ഷേങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് പൊങ്കാല ഇടുന്നത് കൊള്ളാം. ഓക്കെ, അത് കുറച്ച് റെസ്പെക്റ്റോട് കൂടിയുള്ളൊരു കമൻറ്റാണ്. അവിടെയൊക്കെ ഞാൻ പറയാം. ഞങ്ങളും ഇട്ട് ആദി അരുൺ, ഞങ്ങളും ഇട്ട് പൊങ്കാല. ഇതിനേക്കാൾ പൊരി വെയിലത്ത് കാല് നിലത്ത് കുത്താൻ പറ്റില്ല. 72 വയസ്സായ അമ്മ പോലും ചെരുപ്പിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെ വെയിലത്ത് നിൽക്കാൻ വയ്യാതെ കുറച്ച് മാറി തല കറങ്ങി വീഴുമെന്ന് പോലും തോന്നി. പക്ഷെ അപ്പം അമ്മ അതൊന്നും വക വയ്ക്കാതെ അങ്ങനെ എന്നും ഒന്നും അറിയില്ല. സമ്മതിക്കണം, ദേവിയുടെ അനുഗ്രഹം. എനിക്ക് ആ അമ്മയോട് ഒന്നുമില്ല. ആ അമ്മേനെ അല്ല ഞാൻ പറയുന്നത്. അമ്മ അങ്ങനെ നിന്നെങ്കിൽ അത് അമ്മയുടെ പവറാണ്, മൈൻഡ് പവറാണ്. മനസ്സിലായോ? നല്ല കാര്യമാണ് എന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ അമ്മമാരെല്ലാം മറ്റതാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. നിങ്ങളുടെ അമ്മ അങ്ങനെ ഇട്ടെങ്കിൽ അത് നല്ലതാണ്, നല്ല കാര്യം. പിന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് അവിടെ ഒരു 5% അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല കേട്ടോ. ആദ്യം നല്ല മനസ്സോട് കൂടിയിടുക, അതിലേ എനിക്ക് വിശ്വാസമുള്ളൂ. ഈ കുട്ടി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്
നല്ല കാര്യമായിരിക്കാം. പിന്നെ അവർക്കൊക്കെ അത്രയും ആരോഗ്യം ഉണ്ടായിരിക്കാം, അവരൊക്കെ അതൊക്കെ തരണം ചെയ്ത് വന്നു. ഇപ്പോൾ 72 വയസ്സുള്ള ഒരു അമ്മ എന്ന് പറയുമ്പോൾ അതൊരു ഓൾഡർ ജനറേഷനാണ്. അവരുടെ ജീവിതശൈലി നമ്മുടെ ജീവിതശൈലിയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അവരെന്തിനേയും അതിജീവിക്കുന്ന ശരീരവും ആരോഗ്യമുള്ള ആൾക്കാരാണ്. ഇന്നത്തെ ആൾക്കാർ അങ്ങനെയാണോ? അല്ല. അപ്പം അവർക്കത് പറ്റും. അതിനെ അങ്ങനെ കാണുക എന്ന് വെച്ച് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടു. അത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധിയാണ്. മനസ്സിലായോ? ഓരോ പ്രാവശ്യം ഇപ്പോൾ ഇതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതുപോലെ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് ഞാൻ ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അന്ന് അതെൻ്റെ വിധിയായിരുന്നു, അങ്ങനെ നിന്ന് പൊങ്കാല ഇടണം എന്നുള്ളത്. ഇന്നിപ്പം ഇങ്ങനെ ഇട്ട് നിന്നത് ഇതെൻ്റെ വിധിയാണ്. അങ്ങനെയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങനെ ഇട്ടാലേ ഭഗവതി. ഇതിനൊക്കെ ഞാൻ ഇതെല്ലാം ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളതിലേക്ക് ഞാൻ വരട്ടെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ആറ്റുകാല പൊങ്കാല എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്, എന്നെ സംബന്ധിച്ച് പൊങ്കാല എന്ന് പറയുന്നത് അമ്മയ്ക്ക് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ മനസ്സിൽ നിന്ന് അമ്മയ്ക്ക് നിവേദ്യം കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതിന് ഇന്ന നിബന്ധനകൾ വെച്ച്, ഇന്ന കണ്ടീഷൻസ് വെച്ച് എന്നാലേ അമ്മ അതെടുത്ത് കഴിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അമ്മ തിരിഞ്ഞു നടക്കുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? പിന്നെ ചെരുപ്പിട്ടതിൻ്റെ കേസ് ഞാൻ പറയാം. നല്ല ചൂടാണ്, അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ച് ആറ്റുകാല അമ്മ നാളെ വന്ന് അമ്മേനെ ഇവിടെ അടിച്ചിരുത്തൊന്നും ഇല്ല. മനസ്സിലായോ? കാരണം അതെന്ത് റോങ് കോൺസെപ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ചെരുപ്പിടുവോ കുളിക്കാതെ ഇട്ടാൽ ഒരു വിഷയമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യം നമ്മൾ എങ്ങനെയാണ് പൊങ്കാല ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സ് കുറച്ച് നല്ലതാക്കി വെച്ചിട്ട് മനസ്സിൻ്റെ ശുദ്ധി അതേപോലെ. അല്ലാതെ അവിടെ പൊങ്കാല നിങ്ങൾ ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വെയിലത്ത് ചുട്ടുപൊള്ളുന്ന സമയത്ത് ചെരുപ്പിടാതെ നിന്ന് ആഹാരം കഴിക്കാതെ നിന്ന് പൊങ്കാല ഇട്ടിട്ട് അപ്പുറത്തവൻ്റെ അവൾ അങ്ങനെയാണല്ലേ ഇട്ടത്, ഇവൾ ഇങ്ങനെയാണല്ലേ ഇട്ടത്, ദേവി അവിടെ കുറച്ച് അനുഗ്രഹം കൊടുക്കട്ടെ. ഡു യു തിങ്ക് ദിസ് ഇസ് ഭക്തി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഭക്തിയാണെന്ന്? എനിക്ക് തോന്നുന്നില്ല. ഇത് ഭക്തി എന്നല്ല. നമ്മളിവിടെയൊക്കെ കുത്തിത്തിരിപ്പെന്നോ അല്ലെങ്കിൽ കുന്നായ്മയെന്നോ നമ്മളിവിടെയൊക്കെ പറയും. ദിസ് ഇസ് നോട്ട് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു. അല്ലാതെ പിന്നെ പൊതുവേ ഇവിടെ ഒരു ട്രെൻഡാണ് ഞാൻ കാണുന്നത്. നമ്മൾ വിശന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ട് ദേവിയെ വിളിച്ചാലേ ദേവി അനുഗ്രഹം തരത്തുള്ളെന്ന് ഉള്ളൊരു വിചാരമുണ്ട്. അയ്യോ, വെയിലത്ത് നിൽക്കണം, കാല് പൊള്ളണം, ചെരുപ്പിടരുത്, ഭക്ഷണം കഴിക്കരുത്. നോ, അതെൻ്റെ ഭക്തിയല്ല. എൻ്റെ ഭക്തി അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ അങ്ങനെയല്ല. നിങ്ങളിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരാ? നമ്മുടെ മനുഷ്യരല്ലേ. ഇപ്പം നമ്മൾ മനുഷ്യരാണ്. അവളെനിക്കിത് തന്നില്ലല്ലോ, അപ്പം ഞാനത് കൊടുക്കണ്ട. അത് നമ്മളുടെ മനുഷ്യരെന്ന് പറയുന്നത് ഒരുപാട് വികാരങ്ങളുള്ള. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, സ്നേഹം വരും, കുശുമ്പ് വരും, അസുഖം വരും. പ്രത്യേകിച്ച് മറ്റൊരാൾ നന്നാവുന്ന കണ്ടാൽ അവിടെ ഭയങ്കര സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ പേര് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. മനസ്സിലായോ? അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല. അതെല്ലാം മാനുഷികമാണ്. മനസ്സിലായോ? ഇത്തരം ബാക്കിയുള്ളവർ ചെയ്യുന്നത് എന്താന്ന് നോക്കുക, അവരെ കുറ്റങ്ങൾ. ഇവിടെ പൊങ്കാല തിളയ്ക്കുന്നെങ്കിൽ അവിടെ നിന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയല്ല അപ്പുറത്തവൻ ചെരുപ്പിട്ടിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. എന്ത് മോശമാണ്. അതൊക്കെ മനുഷ്യ സഹജമാണ്. ഓക്കെ, നമുക്കത് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദേവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവങ്ങൾ നമ്മുടെ മനുഷ്യനോട് ഈക്വൽ ആണോ? നമ്മുടെ മനുഷ്യൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചാണോ നിങ്ങൾ ദൈവങ്ങളെ? നിങ്ങൾ അങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ നമ്മുടെ മനുഷ്യനിൽ നിന്നൊക്കെ ഒത്തിരി മേലെയാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ കുശുമ്പ്, അസൂയ അല്ലെങ്കിൽ കണ്ടീഷൻ, നിബന്ധനകൾ വെച്ച് അനുഗ്രഹിക്കാൻ അവർ മനുഷ്യരല്ലല്ലോ, അവർ ദൈവങ്ങളാണ്. അവിടെ നിബന്ധനകളില്ല. അവർ നിഷ്കളങ്കമായ ഭക്തി മാത്രമേ നോക്കുകയുള്ളൂ. അതിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അത് ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ കുളിക്കാതെ നനയ്ക്കാതെ മുഷിഞ്ഞ വസ്ത്രവും ഇട്ട് പൊങ്കാല ഇട്ടാൽ കൂടി അയാളുടെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. ദേവി ഭക്തി ഉണ്ടെങ്കിൽ ദേവി ആദ്യം അതായിരിക്കും കഴിക്കുക. ഇപ്പുറത്ത് കുളിച്ച് പുതിയ സെറ്റ് കൊടുത്ത് ഇതൊന്നും ഇടാതെ എല്ലാം മറ്റേ മുടിയെല്ലാം പിന്നെ കെട്ടി വെച്ച് ഭയങ്കര ഇതായിട്ട് ഇട്ടിട്ട് ഇതാണ് മനസ്സെങ്കിൽ ഒരു കാര്യം, അത് നിങ്ങൾ തന്നെ തിന്നുന്നത് പറയും. അല്ലാതെ ദേവി അത് തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും നമ്മുടെ മനുഷ്യൻ്റെ ചിന്താഗതിക്കനുസരിച്ച് ദൈവങ്ങളെ കാണാതിരിക്കുക. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. ഞാൻ ഒരിക്കലും പിന്നെ ഉണ്ട് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല. ദേവിക്ക് നമ്മൾ വിശന്ന് നിൽക്കുന്ന കാണുമ്പോൾ സന്തോഷം കിട്ടുമോ? ദേവി അത്ര സാഡിസ്റ്റാണോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളുടെ ഈ ഒരു ഇതൊന്നും എൻ്റെ ഭക്തി ഇങ്ങനെയല്ല. നിങ്ങളുടെ ഭക്തി നിങ്ങൾക്കിരിക്കട്ടെ, റെസ്പെക്റ്റഡ്. പക്ഷേ എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും അങ്ങനെയല്ല. ഭഗവതി എന്താ പറയുക, നമ്മൾ നല്ല മനസ്സോടുകൂടിയാണ് ഇവിടെ ഓരോരുത്തരും ഞാനടക്കം ഇട്ടിട്ടുള്ളത്. അതിനിപ്പോൾ ചെരുപ്പിട്ടിട്ടാണെങ്കിലും കുളിക്കാതെ ആണെങ്കിലും അത് ഭഗവതി സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അമ്മ മനസ്സാൽ അത്രയും ദേവിയെ വിളിക്കുന്ന ഒരാളാണ്.
അല്ലാതെ അമ്മ ചെരുപ്പിട്ടതിൻ്റെ പേരിൽ ഭഗവതി അനുഗ്രഹം കൊടുക്കില്ല, അല്ലെങ്കിൽ അയ്യോ അത് തെറ്റായിപ്പോയി ഭഗവതിക്ക് ദേഷ്യം വരുമോ എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരായാലും ഏതൊരു അമ്മയാണെങ്കിലും കുളിക്കാതെ പോയി ഇട്ടാൽ പോലും നല്ല മനസ്സോടുകൂടി നല്ല ചിന്തകളോടുകൂടി പൊങ്കാല ഇട്ടാൽ അത് ഭഗവതി കേൾക്കും. ഇത് എൻ്റെ ഭക്തിയാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ മനുഷ്യരുടെ ലെവൽ ഓഫ് തിങ്കിങ്ങിൽ ഭഗവാന്മാരെ കാണില്ല. അവരൊരിക്കലും കണ്ടീഷണൽ അല്ല. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ അങ്ങനെയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. നോൺ വെജ് കഴിച്ചിട്ട് പോലും അമ്പലത്തിൽ കയറുന്ന ഒരാളാണ്. ഇതിൻ്റെ പേരിൽ ഇനി വലിയ പ്രശ്നങ്ങൾ വന്നാലും എനിക്കൊരു കുന്തവും ഇല്ല. ഞാൻ എൻ്റെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ട്, എൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയും സ്വഭാവശുദ്ധിയും നല്ലതാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഭഗവാനെ വിളിക്കാം, ഭഗവാൻ അത് കേൾക്കും. പണ്ട് ഞാൻ ശിവപുരാണത്തിലാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചൊരു കഥയാണ്. ഒരു കാട്ടാളൻ, അയാൾ ഭയങ്കര ശിവഭക്തനാണ്. ശിവൻ്റെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിയും കാട്ടാളനും തമ്മിൽ ഒരു സാഹചര്യത്തിൽ ഒന്നിച്ച് വരിക. അവർ തമ്മിൽ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് വരികയും ചെയ്യണം. കാരണം കാട്ടാളന് കൊടുക്കാൻ അയാളുടെ കയ്യിൽ ഇറച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ശിവന് കൊടുക്കാൻ വേണ്ടി ഈ ഇറച്ചി വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതേസമയം ആ നമ്പൂതിരിയുടെ കയ്യിൽ പാൽപ്പായസമാണ്. അപ്പോൾ ഈ നമ്പൂതിരി പറയാം, നിങ്ങളിത് എന്താണ്, ശിവൻ ഇത് കഴിക്കുമോ, ഈ ഇറച്ചി കഴിക്കുമോ, നിങ്ങൾക്ക് വൃത്തിയില്ല, നിങ്ങൾ കാട്ടിൽ കിടക്കുന്നവരാണ്, ഞങ്ങൾ നല്ലതാ നെയ്യൊക്കെ ഇട്ട് പാൽപ്പായസം ഞങ്ങൾ കുളിച്ച് നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ കയ്യിൽ നിന്നേ ഭഗവാൻ വാങ്ങിക്കുള്ളൂ, അങ്ങനെയല്ലേ ഞങ്ങൾ അമ്പലത്തിൽ കൊടുക്കുന്നത്, ഇത് ആര് സ്വീകരിക്കും എന്ന് പറഞ്ഞ് തർക്കത്തിലായപ്പോൾ ഈ കാട്ടാളൻ ഭയങ്കരമായിട്ട് വിഷമത്തിലായി. അങ്ങനെ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിവൻ സ്വീകരിച്ചത് കാട്ടാളൻ കൊടുത്ത ഭക്ഷണമാണ്. എന്തുകൊണ്ടാ? ആ ഇറച്ചി ഭഗവാൻ കഴിച്ചു. എന്തുകൊണ്ടാ? ഇത് ഞാൻ വായിച്ചതാണ് കേട്ടോ ഈ കഥ. അയാൾ അത്രയും നിഷ്കളങ്കമായി ഭഗവാനോടുള്ള ഭക്തിയിലാണ് കൊടുത്തത്. ഭഗവാനോടുള്ള ഭക്തിയിൽ നമ്മൾ എങ്ങനെ ഏതവസ്ഥയിൽ എന്ത് ഭക്ഷണം കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. അതാണ് ഭഗവാൻ. മനസ്സിലായോ? അല്ലാതെ നമ്മൾ മനുഷ്യരെ പോലെ ഇവ മാറി നിൽക്കുക, ഇവൻ ചെരുപ്പിട്ടിട്ടുണ്ട് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ഭക്തി, കണ്ടീഷണൽ ദേവി ദേവന്മാരിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് എൻ്റെ ഭക്തി. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ ഇതും പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും ഈ 30 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് എൻ്റെ ചിന്തകൾക്കനുസരിച്ചും എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുമാണ്. അത് തെറ്റായിട്ട് എന്ന് തോന്നുന്നു അന്ന് ഞാൻ മാറ്റും. പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങളിവിടെ ഇട്ടത് ഒരുപാട് മനസ്സ് നിറഞ്ഞാണ്. കാരണം അത്ര എനിക്കറിയില്ല, അത് ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന പോസിറ്റിവിറ്റി ഞാൻ ഒരിക്കലും ദൈവങ്ങളായിട്ട് പോലും എനിക്ക് തോന്നില്ല. എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആരോ അങ്ങനെയാണ്. ഈവൻ ഞാൻ കൃഷ്ണനോട് പോലും ഞാൻ പോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോയി സംസാരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ എനിക്ക് വട്ടാണെന്ന് തോന്നുന്നവരുണ്ടായിരിക്കും. കാരണം ഞാൻ അങ്ങനെ കാഷ്വലി സംസാരിക്കാറുണ്ട്. കാരണം എനിക്ക് അവരെ ഞാനാണ്, അല്ലാതെ അതൊരു വേറെ ഇതാണ്, ഇത് നമ്മൾ പേടിച്ച് മാറി നിൽക്കണം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അല്ല. ഞാൻ ഇപ്പം എന്താ പറയുക, ഞാൻ ടു ബി ഫ്രാങ്ക് പീരിയഡ്സിൻ്റെ സമയത്ത് പോലും ഞാൻ ഭഗവാനെ വിളിക്കാറുണ്ട്, ഞാൻ നാമം ചൊല്ലാറുണ്ട്. അത് ഭഗവാൻ നമുക്ക് തന്ന ഒരു കാര്യമല്ലേ. അപ്പം ആ ഒരു സമയത്ത് ഭഗവാൻ നമ്മളെ മാറ്റി നിർത്തിയാൽ മനുഷ്യരും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസം, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും മനുഷ്യനും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. മനുഷ്യരുടെ കുശുമ്പും കുന്നായ്മയും അയ്യോ അങ്ങനെ ചെയ്താലേ ഞാൻ അവൾ ഇവിടെ വന്ന് വിളിക്കട്ടെ, അല്ലാതെ ഞാൻ കല്യാണത്തിന് പോകില്ല. ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇവിടെ വന്ന് വിളിക്കട്ടെ, എത്ര പേര് ആണുങ്ങൾ മാത്രമേ വന്നുള്ളൂ, അപ്പോൾ ഇവിടെ നിന്ന് പെണ്ണുങ്ങൾ പോകണ്ട. ഇത് നമ്മുടെ മനുഷ്യരുടെ വൃത്തികെട്ട ചിന്താഗതികളാണ്. ആ ചിന്താഗതികൾ വെച്ച് ഒരിക്കലും നമ്മൾ ഭഗവാന്മാരെ കാണാതിരിക്കുക. അവർ നമ്മളെപ്പോലെ അല്ല. ഏതവസ്ഥയിലും നമ്മുടെ ഏതവസ്ഥയിലും എത്ര മോശം അവസ്ഥ ആയിക്കോട്ടെ, ചെരുപ്പെന്ന് പറയുന്നത് എന്താ മോശം കാര്യമാണോ? അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ. അതിനെയൊന്നും അങ്ങനെ കാണുക, അല്ലാതെ അതൊന്നും ചെരുപ്പിട്ട് പൂജാമുറിയുടെ ഫ്രണ്ടിൽ കൊണ്ടിടണം അങ്ങനെയൊന്നുമില്ല. തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ഭഗവാനുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ എന്താണ് ഈ കാണുന്നത്? അപ്പോൾ ആ തൂണിലും തുരുമ്പിലും ഉള്ള ഒരാൾ നമ്മുടെ ചെരുപ്പിലും ഉണ്ടാവില്ലേ? എല്ലാം സർവ്വതും ഭഗവാനാണ്. അങ്ങനെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. പിന്നെ ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അത്രയും നിറഞ്ഞ മനസ്സോടുകൂടി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം പൊങ്കാല ഇട്ടത്. അത് ദേവി സ്വീകരിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ഒരുപാട് നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അന്ന് ഞങ്ങൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന്, സജീവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അങ്കിളൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. ബട്ട് സ്റ്റിൽ അന്ന് അങ്കിൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ദേവിയുടെ വിഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ തന്നെ അന്ന് തന്നെ ദേവി നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അത് ഞങ്ങളിട്ട പൊങ്കാല അത്രയും ദേവിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെരുപ്പിട്ടാൽ ദേവി സ്വീകരിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ കയറി വന്നത് ദേവിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ഞാനും എൻ്റെ അമ്മയും കുഞ്ഞമ്മയും ഒക്കെ ഇട്ട പൊങ്കാല ദേവിക്ക് സ്വീകാര്യമായതുകൊണ്ടും അത്രയും സന്തോഷവതി ആയതുകൊണ്ടുമാണ് അന്ന് തന്നെ ആ ഒരു ദേവി വിഗ്രഹം എൻ്റെ വീട്ടിൽ കയറി വന്നത്.
അപ്പോൾ അത് ഇങ്ങനത്തെ നിമിത്തങ്ങളെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്നെ ഇങ്ങോട്ട് ഹേർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും പറയേണ്ടി വന്നത്. അല്ലാതെ ഞാൻ ആരെ അങ്ങോട്ട് പോയി തോണ്ടി ചൊറിയാറില്ല. പക്ഷേ സഹിക്കാൻ പറ്റാത്തതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടേണ്ടി തന്നെ വന്നത്. അപ്പോൾ എനിവേ എല്ലാവരും ആ ഒരു സ്പിരിറ്റിൽ കാണുക. പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. പിന്നെ പ്രൊമോഷൻ്റെ കേസ് ഞാൻ നോക്കാം. കാരണം ചിലത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ ഡിമാൻഡ് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ അതല്ലാതെ കുറച്ചും കൂടെ കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്യാൻ ഇനി അങ്ങോട്ട് ശ്രമിക്കും. കാരണം കുറച്ചും കൂടെ ഇപ്പം ഞാനൊന്ന് കുറച്ച് സെറ്റിൽഡായി. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്.